ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടി അവിടെ പ്രൊബേഷണറായിട്ട് കേരളത്തിൽ നിന്നും വന്ന ഒരു മാന്യ പിശാച് എന്ന് പറയുന്നതാണ് ശരി. അതെ, ആ മാന്യ പിശാച് അവളെ വളച്ചെടുത്ത് ഗർഭിണിയാക്കി. ഒഴിച്ചു കൊടുക്കണം. അപ്പൊ ഇദ്ദേഹം അവിടെ വെച്ചിട്ടാണ് എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തത്. ഇറ്റ് വാസ് എ ട്രാപ്പ്. ട്രാപ്പ് അല്ല ഈ ട്രാപ്പ് എന്ന് പറയുമ്പോ അതേടോ ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത് റേപ്പാണ്. അദ്ദേഹത്തിന്റെ സർട്ടൻ സ്റ്റേറ്റ്മെന്റ്സുകൾ ലൈക്ക് എന്താണ് ഇൻസേർട്ട് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിലും ലിക്ക് ചെയ്യാൻ സമ്മതിച്ചാൽ മതി. അയ്യേ, എന്തൊരു വൃത്തിയുടെ ലാംഗ്വേജ് അത് കൺട്രിമേൻ. അഭിപ്രായം. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. എങ്കിലും ഇത് കള്ളക്കേസാ വലട്ടാ. ഇത് നമ്മളെയും ഈ കുടുംബത്തെയും കരിവാരി തേക്കാൻ വേണ്ടി അവൻ മനഃപൂർവ്വം കെട്ടിച്ചമച്ച കേസാ, സംശയമില്ല. അദ്ദേഹത്തിന്റെ സർട്ടൻ സ്റ്റേറ്റ്മെന്റ്സുകൾ ലൈക്ക് എന്താണ് ഇൻസേർട്ട് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിലും ലിക്ക് ചെയ്യാൻ സമ്മതിച്ചാൽ മതി. ഇങ്ങനൊന്നും എന്നോട് സംസാരിക്കില്ലേ ബേബിമോളെ? എന്താണ് റോ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് അദ്ദേഹം എന്നോട് പെരുമാറുന്നത്. എന്റെ സമ്മതമില്ലാതെ എന്റെ ദേഹത്ത് കയറി ഉപദ്രവിക്കുകയും എന്നെ ട്രാപ്പിലാക്കുകയും എന്നെ അടിക്കുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്ത ഒരു ആളാണ്. അയ്യോ ആശാനെ, ഈ പറഞ്ഞ സാധനം അമ്മച്ചാണ്, ഞാൻ ചെയ്തിട്ടില്ല. പച്ചക്കള്ളമാണ് അവൾ പറഞ്ഞത്. ഞാൻ അത്രക്കാരനൊന്നും അല്ല. ഗുരുവായൂരപ്പനാണ് സത്യം, നിന്റെ അപ്പനാണ് സത്യം, ഞാനല്ലേ ചെയ്തത്. സോഷ്യൽ മീഡിയ വഴി ഇദ്ദേഹം കോണ്ടാക്ട് ചെയ്യുന്നത്, ഇയാൾ അതിന് യൂസ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് തന്നെ ഉണ്ട്. ഫേക്ക് ആയിട്ട് തോന്നും, പക്ഷെ അയാൾ തന്നെ യൂസ് ചെയ്യുന്ന അക്കൗണ്ട് ആണ്. പാതിരാത്രി ചിലവന്മാര് ചാറ്റിംഗ് ആയിട്ട് വരും. അവന്മാരെന്ത് ചെയ്യുന്നു? നീ പകപോക്കാണല്ലേടാ. അപ്പൊ അവിടെ പോകുമ്പോ ഇദ്ദേഹത്തിന്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് അതുവരെ മോളെ എന്നുള്ള സോ കോൾഡ് മോളെ, എല്ലാരെയും വിളിക്കുന്ന പോലെ മോളെ. കരയല്ലേ മോളെ? എന്റെ പൊന്നു മോളെ. ഹായ് മോളെ, ഈ ഉടുപ്പൊക്കെ ഒന്ന് മാറിക്കാ മോളെ. ചെല്ലു മോളെ, ചെല്ല്. ഈ മോളെ വിളിയിൽ നമ്മൾ ഒരിക്കലും ആ ഒരു സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ഒരു അപ്രോച്ച് ആയിരിക്കാം ഇദ്ദേഹത്തിന് സംഭവിക്കുന്നതെന്ന് അറിയില്ല. എല്ലാം കരുതിക്കുട്ടി തന്നെയാണ് അല്ലേ? ഈ ആരോപണം എന്തെങ്കിലും വ്യക്തിപരമായ വൈരാഗ്യം കൊണ്ട് ഉന്നയിക്കുന്നതാണോ? എന്നെ പൊളിക്കാൻ എവൻ കെട്ടിച്ചമച്ച ഒരു പുളുക്കഥ. ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇത്തരം കേസുകളിൽ വ്യക്തമായ തെളിവും ശക്തമായ അറിവും ഉണ്ടായിരിക്കണം, അല്ലേ മിസ്റ്റർ കരീം? അത് ശരിയാ. എങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പോവാണ്. ഒരു പ്ലാൻ ഉണ്ടാക്കണം, മോഷ്ടിക്കണം, തൊണ്ടി കൊണ്ട് ഒളിപ്പിക്കണം, തെളിവുകൾ നശിപ്പിക്കണം. നേരം വെളുത്തു പോവും.